4 വർഷം മുമ്പ് കോഴിക്കോട് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ കല്ലുത്താൻകടവ് ഫ്ളാറ്റിന്റെ കോൺക്രീറ്റും സീലിംഗും ഇളകി വീഴുകയാണ്. മഴ തുടങ്ങിയതോടെ ഫ്ളാറ്റ് ചോർന്നൊലിക്കുകയാണ്. 140 കുടുംബങ്ങൾക്ക് താമസിക്കാൻ 12 കോടി ചെലവിൽ 2019 ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗൂഗിൾ, ഓരോ മഴക്കാലത്തും ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ ദുരിത ജീവിതം അതിങ്ങനെ തുടർക്കഥയാവുകയാണ്. പലതവണ പരാതി നൽകി, പലതവണ ബന്ധപ്പെട്ടവരെ കണ്ടു. പക്ഷേ ഇപ്പോഴും അവരുടെ ജീവിതം ദുസ്സഹമായി തന്നെ തുടരുകയാണല്ലേ? KP 12 കോടി മുതൽ മുടക്കിയാണ് ഈ കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റ് 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് സർക്കാരിന്റെ വലിയ പദ്ധതിയൊക്കെ ആയിട്ടായിരുന്നു അദ്ദേഹം ഈ പദ്ധതി ആവിഷ്കരിച്ചത്. എന്നാൽ ഈ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഈ ഫ്ളാറ്റിന്റെ വിവിധ സ്ഥലങ്ങളിൽ ചോർച്ച ഉണ്ടാകുന്നു, അതിന്റെ സീലിംഗ് പൊട്ടി വീഴുന്നു, അതിന് വിള്ളൽ ഉണ്ടാകുന്നു, ചോർച്ച ഉണ്ടാകുന്നു, സെപ്റ്റിക് ടാങ്കിന് തകരാറുണ്ടാകുന്നു തുടങ്ങിയ പരാതികളൊക്കെ നിരന്തരമായി ഉയർന്നു വരികയാണ്. കഴിഞ്ഞ കൊല്ലം ഈ ഇത്തരത്തിലുള്ള പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച സാഹചര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും ഇത്തരത്തിൽ കല്ലുത്താൻ കടവിലെ നിവാസികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞത്. അതായത് ഇവിടെ പരിഹരിക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത്തരത്തിൽ സീലിംഗ് അടർന്നു വീഴുന്നുണ്ട്, ചോർച്ചയുണ്ട്, സെപ്റ്റിക് ടാങ്കിനൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അടിയന്തരമായി പരിഹരിക്കുമെന്ന് കഴിഞ്ഞ വർഷം, അതായത് 2019 ഈ ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം കഴിയുന്നു. 2023 മഴക്കാലത്ത് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞതാണ്. എന്നാൽ അത് എവിടെയും എത്തിയിട്ടില്ല. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേഷന് നിരന്തരമായി പരാതികൾ നൽകുന്നു, ഈ വിഷയം പരിഹരിക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്നാൽ കോർപ്പറേഷൻ മേയറോ ഈ വാർഡ് ഭരിക്കുന്ന കൗൺസിലറോ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 12 കോടി മുതൽ മുടക്കിലാണ് ഇത്തരത്തിലൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഓരോ കെട്ടിടത്തിനും ഒരു കാലപ്പഴക്കം അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. 15 വർഷത്തിനപ്പുറത്തേക്കൊക്കെ ഇത്തരത്തിലൊരു കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടും അതിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നതിന് തെളിവാണ്. ഇത് കേവലം നിർമ്മാണം തുടങ്ങി 4ാമത്തെ വർഷമാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ബലക്ഷയങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച 2 വലിയ മഴ പെയ്തതിന് അപ്പുറത്തേക്ക് കാര്യമായ മഴ പെയ്തിട്ടില്ല. വലിയ മഴകളൊക്കെ വരുന്ന കാലത്തിലേക്കാണ് പോകുന്നത്. ആ സ്വാഭാവികമായിട്ടും മഴ വരുന്ന സമയത്ത് ഇവിടെ ഇത് 7ാമത്തെ നിലയിലാണ്. പൂർണ്ണമായിട്ട് 7ാമത്തെ നിലയിലുള്ള എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ചോർച്ചയുണ്ട്, വിള്ളലുകളുണ്ട്, സീലിംഗ് അടർന്നു വീഴുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ മഴയൊക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസമാവുമെന്ന് തന്നെയാണ് കഴിഞ്ഞ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും 2 ദിവസം മുമ്പായിരുന്നു ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ളാറ്റിൽ സീലിംഗ് അടർന്നു വീണത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾ അതുൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? രാവിലെ ഏകദേശം 9-9:15 കഴിഞ്ഞോ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ആദ്യം ഇവിടെ ഇരുന്ന് ചായ കുടിക്കാണ്ട് നിന്നേ. അവസാനം വൈഫിൻ്റെ കൂടെ അകത്ത് പോയിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേലെ നിന്ന് സാധനം വീണ്. അപ്പോൾ ആ വീണപ്പോൾ ഇവിടെ പെങ്ങൾ ഇവിടെ ഈ ഭാഗത്താണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളത് നോക്കലും കുറേ കഴിഞ്ഞാൽ അടിച്ച് വാരാൻ നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യം പിന്നെയും ഇടിഞ്ഞ് വീണേ. അപ്പോൾ ഞങ്ങൾ ആകെ ബേജാറായി. അപ്പോൾ തന്നെ ഈ അടുത്തുള്ള ഫ്ലാറ്റുകാരെ നമ്മൾ വിവരം അറിയിച്ച് സെക്യൂരിറ്റിയോട് പറഞ്ഞ്. അപ്പോൾ ഒരു പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അമ്മനെ വിളിച്ച് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവരെ ഫുള്ള് അഴിമതിയാണിത്. ഇതിന് മെയിൻ്റെനൻസിനൊക്കെ ഇത് നിർമ്മിച്ച ഉടമകൾക്ക് പണം നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ അത്തരത്തിലുള്ള മെയിൻ്റെനൻസ് പണികളൊക്കെ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എത്ര ഒരു കാലാവധി ഉണ്ടായാലും ഒരു പണി കഴിഞ്ഞ എത്ര കാലാവധി ഉണ്ട്, അതുപോലും കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പേടിയാണ്. അല്ല, ഇതുപോലെ വേറെ അടർന്നു വീഴാൻ സാധ്യതയുള്ള രീതിയിൽ ഈ വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഒന്നിതാ ഈ ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഈ സൈഡിൽ ഈ രീതിയിൽ ഇങ്ങനെ ഏറ്റവും വലിയ പേടി ഇതാണ്. ഇനി കിടക്കുന്ന റൂം ഇനി എപ്പോൾ വീകുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അടുക്കളയിൽ ബാത്റൂമിൻ്റെ മേലെ എപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇത് ഈ വർഷം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം മറ്റു പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇവിടെ നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അന്നൊക്കെ ഉണ്ടായത് 7ാമത്തെ ഫ്ലോർ ഇപ്പുറത്തെ സൈഡിലെ ഒരു ആൾക്കാർ ഉണ്ടായത്, ഒരു കുട്ടീൻ്റെ മേത്തേന് വിൽക്കാൻ പോയത്. അന്ന് ഇതേപോലെ ആൾക്കാർ വന്ന് നോക്കി കണ്ട് എന്നിട്ടോ ആരൊക്കെയോ വന്ന് പറഞ്ഞ് പോയി. അത്ര അല്ലാണ്ട് വേറെ നടന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് അറിയാം. KP കഴിഞ്ഞ വർഷം
ഇതിന് സമാനമായ പ്രശ്നങ്ങൾ ഇതിന് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റുകൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലാറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ പ്രശ്നം ഉണ്ടായ സമയത്താണ് കോർപ്പറേഷൻ സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും അത് ഉടനടി പരിഹരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ ഒരു വർഷമായിട്ടും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കോർപ്പറേഷൻ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റു ഫ്ലാറ്റുകളിലും സമാനമായ, അതായത് കഴിഞ്ഞ വർഷം മറ്റു ഫ്ലാറ്റുകൾക്ക് സംഭവിച്ചിട്ടുള്ളതിന് സമാനമായ പ്രശ്നങ്ങളൊക്കെ മറ്റു ഫ്ലാറ്റുകളിലേക്ക് പടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7ാം നിലയിലുള്ള ഏകദേശം എല്ലാ ഫ്ലാറ്റിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ശോഭിത ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവരിതുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയതാണ്. മേയറുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളൊക്കെ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് എന്ത് സമീപനമായിരുന്നു, അവരെന്തായിരുന്നു മറുപടി നൽകിയിട്ടുള്ളത്? വളരെ നിരാശാകരമായിട്ടുള്ള ഒരു സമീപനമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇതിപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം. ഒരു കുട്ടികൾ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് കട്ടിലിൻ്റെ നേരെ മുകളിലേക്കാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഇതുപോലെ വീണത്. അപ്പോൾ ആ വിഷയത്തിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടു കൂടി തന്നെ അത് കൗൺസിലും അതുപോലെ മേയറുടെ ശ്രദ്ധയിലും സെക്രട്ടറിയുടെ ശ്രദ്ധയിലും ഒക്കെ ഉൾപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനമായിട്ട് അന്ന് NIT-യുടെ സംഘം ഇവിടെ വന്ന് പരിശോധിക്കുകയും കെട്ടിടത്തിന് യാതൊരു കേടുപാടുമില്ല, ഈ സീലിംഗ് മാത്രം അടർന്നു വീണാണ്, അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കുന്ന അന്ന് മേയർ കൗൺസിലിൽ വെച്ച് പറഞ്ഞു. മേയർ മാത്രമല്ല, സർക്കാരിൻ്റെ നിലപാടായിട്ട് ഈ ഒരു മണ്ഡലത്തിൻ്റെ MLA അഹമ്മദ് ദേവർകോവിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് കോർപ്പറേഷന് ശരിയായ രീതിയിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സമയബന്ധിതമായി നടപടി സ്വീകരിക്കുന്നു പറഞ്ഞതാണ്. പക്ഷെ നാളിതുവരെ ഒരു പുതിയ രണ്ടാമതൊരു മഴക്കാലവും കൂടി വന്ന് സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടും ഇതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അന്ന് STPക്ക് തകരാറുണ്ടായിരുന്നു. അതുപോലെ താഴെയുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയം അധികൃതരുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ്. 2019 നിർമ്മിച്ച ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി പണിത ഈ ഫ്ലാറ്റ് സമുച്ചയം ഇപ്പോഴും ചോർന്നൊലിക്കുകയാണ്. അപകട ഭീഷണിയിലാണ്. നഗരസഭയോ ബന്ധപ്പെട്ടവരോ യാതൊരു പരിശോധനയും അല്ലെങ്കിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപവും. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും